സ്വന്തം ഭാവിയെക്കുറിച്ച് ആശങ്കയുള്ള വിദ്യാർത്ഥികൾ ചിന്തിച്ചു തുടങ്ങി. ഇത് കേവലം ഒരു വിദ്യാർത്ഥി മാത്രം ചിന്തിക്കുന്നതല്ല. കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളും ഇതുപോലെ ചിന്തിച്ച് മാറ്റം അനിവാര്യമാണ്. മാറാത്തത് മാറണം. ഇടതും വലതും ഭരിച്ച് മുടിച്ച കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് എന്നൊക്കെ ഈ യുവാവ് പറഞ്ഞത് നമുക്കൊന്ന് കേട്ടാലോ. നമസ്കാരം. പേരെന്തായിരുന്നു? അഭിമന്യു. എത്ര വയസ്സായി? എനിക്ക് 18. എന്താ ചെയ്യുന്നത്? ഞാൻ ഇപ്പോ ഡിഗ്രിക്ക് പഠിക്കാം, ഫസ്റ്റ് ഇയർ, എവിടെയാണ്? കേരള ഓർമ്മയിൽ. മോനെ ഇത്തവണ വോട്ടുണ്ടോ? വോട്ടില്ല, ചേർക്കാൻ കൊടുത്തിട്ടുണ്ട്. വോട്ട് ചെയ്യില്ലേ? ആ, തീർച്ചയായും. എന്താണ് ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷത്തെ എന്താണ് അഭിപ്രായം? എന്താണ് കഴിഞ്ഞ 5 വർഷത്തെ വെച്ചാ തികച്ചും മോശമായ അഭിപ്രായം എനിക്കുള്ളൂ. കാരണം ഇവിടെ നമുക്കെല്ലാവർക്കും വേണ്ടത് വികസനമാണ്. വികസനം ഇവിടെ നമ്മള് കാണുന്നില്ല. പിന്നെന്ന് വെച്ചാ ഞാനിപ്പോ ഡിഗ്രിക്ക് പഠിക്കുക. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിഞ്ഞ എനിക്കൊരു ഫ്യൂച്ചർ ഇല്ല, കേരളത്തിലൊരു ഫ്യൂച്ചർ ഉണ്ടാവില്ല. അതിപ്പോ ഞാൻ പ്രതീക്ഷിക്കണമില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് പുറത്തു പോയാൽ തന്നെ അവിടെയുള്ളവർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാരും പുറത്തേക്ക് തന്നെ ട്രൈ ചെയ്യണേ. അപ്പൊ ഈ സർക്കാർ ഇതിനു വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല എന്നാണോ? ഇല്ല, ഒരു നടപടി അവരുടെ ഭാഗത്തുനിന്ന് അവർ ചെയ്യണില്ല. യുവാക്കൾക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യാനായിട്ട് ഈ സർക്കാർ പിന്തുണ നൽകണില്ല. ബാക്കിയുള്ള എല്ലായിടത്തും സ്റ്റാർട്ടപ്പുകളൊക്കെ വളരുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സഹായങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇവിടെ അവര് അതൊന്നും ചെയ്യേണ്ടതായിട്ട് നമുക്ക് അറിവില്ല. മോദി സർക്കാരിനെ പറ്റി എന്താണ് അഭിപ്രായം? മോദി സർക്കാർ എന്ന് പറഞ്ഞാൽ അവരാണ് ഇപ്പോ യുവാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണേ. ജെൻസി പിള്ളേര് മൊത്തം അവരുടെ കൂടെയാണ് ഒരുവിധം എല്ലാ സ്ഥലത്തും. അവരെല്ലാരും അവരുടെ നയങ്ങളോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കാൻ പറ്റണ ഒരു രീതിയിലാണ് ഇപ്പോ. ഈ കേരളത്തിലെ ജെൻസി കുട്ടികൾ, നിങ്ങളടക്കമുള്ള ആളുകൾ മാറി ചിന്തിക്കാനുള്ള സാധ്യത ഈ ഒരു തെരഞ്ഞെടുപ്പിലുണ്ട്? ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എന്തായാലും മാറി ചിന്തിക്കും. കാരണം അവര് എന്റെ പ്രായത്തിലുള്ളവരനുസരിച്ച് ജനിച്ച നാള് മുതൽ ഇവരുടെ കാപട്യമൊക്കെ കാണണേ, കള്ളത്തരും പിന്നെ ഈ വികസന ഇല്ലായ്മയൊക്കെ കാണണേ. എല്ലാരും ആഗ്രഹിക്കുന്ന നല്ലൊരു ജീവിതമാണ്. അപ്പോ മാറ്റം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ആ, മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോ ഈ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ UDF-നെയാണോ LDF-നെയാണോ ഇപ്പൊ BJP നേതൃത്വം നൽകുന്ന NDA ആണോ ജെൻസി കിഡ്സ് കൂടുതലും സപ്പോർട്ട് ചെയ്യുക? എന്തുകൊണ്ടും NDA ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. കേരളത്തില് BJPക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വളർച്ചയുണ്ടോ? അപ്പൊ BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാകുമ്പോൾ വിജയിക്കണമല്ലോ, അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? ഇത്തവണ തീർച്ചയായിട്ടും BJP നല്ല രീതിക്ക് വളരും.